താങ്ക് യു. ഓക്കെ, നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ബൈബിൾ സ്റ്റഡിയുമായിട്ട് വീണ്ടും ഒരുമിച്ച് വരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ബൈബിൾ സ്റ്റഡി ഈ സമയത്ത് എടുക്കാൻ കഴിയാഞ്ഞതെന്നുള്ള എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വിശദീകരിക്കുകയാണ്. ഞാൻ യു എസിൽ വന്നതിന് ശേഷമുള്ള ചില കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവർക്ക് ഞാനൊന്ന് വിശദീകരിക്കുന്നുള്ളൂ. ഞാനിപ്പം യു എസിൽ വന്നിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. അന്നേരം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആക്ച്വലി ഞങ്ങൾക്ക് ഒരു പുതിയൊരു സ്ഥലത്തോട്ടായിരുന്നു. ഇവിടുത്തെ ചർച്ചിനെ പറ്റിയോ ഇവിടുത്തെ ഫെലോഷിപ്പിനെ പറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയും യാതൊരു ഐഡിയയും ഇല്ലാതാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്നെ ഇവിടുത്തെ പല പെന്തക്കോസ്റ്റൽ ചർച്ചസും കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ചർച്ചിൽ ചെല്ലണം, അവിടെ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് പലരും കോൺടാക്ട് ചെയ്തു. ഞങ്ങളുടെ ഏരിയയിൽ ശരിക്കും മലയാളീസ് ഒട്ടുമില്ലാത്തൊരു സ്ഥലമാണ്. അതിന് കുറച്ചൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെയുള്ള ദൂരെയുള്ള ചർച്ചസാണ് വിളിച്ചത്. പക്ഷേ എനിക്ക് ദൈവത്തിൽ നിന്നൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. കാരണം എന്നെ ദൈവം പുതിയൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ വീണ്ടും ഒരു മലയാളി ഫെലോഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണോ അതോ ഒരു ദൈവം പുതിയ ആൾക്കാരുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ എന്നതിനെ പറ്റി ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ മുഖം അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ കർത്താവ് തന്നൊരു ഗൈഡൻസ്, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ ചർച്ചിൽ പോകാനായിട്ടാണ് ദൈവം എനിക്ക് ഗൈഡൻസ് തന്നത്. അതിനനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവം ഗൈഡ് ചെയ്തൊരു ഇംഗ്ലീഷ് ചർച്ചിലേക്ക്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ, ഒരു നോൺ ഡിനോമിനേഷൻ ആയിട്ടൊരു ചർച്ചിലാണ് എനിക്ക് പോകാനായിട്ട് ഗൈഡൻസ് കിട്ടിയത്. അവിടെയാണ് ഞങ്ങൾ പോയി തുടങ്ങിയത്. എന്നാലും മുമ്പോട്ട് എങ്ങനെയാണ് കർത്താവ് ഗൈഡ് ചെയ്യുന്നുള്ളതിനെ പറ്റി വളരെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. എന്നാൽ തുടർന്ന് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഇന്റർ ഡിനോമിനേഷണൽ ഫെലോഷിപ്പിലേക്ക് ദൈവം അയക്കുകയും അതൊരു 100-120 പേര് മലയാളീസ് മാത്രം കൂടുന്ന ഒരു ഇന്റർ ഡിനോമിനേഷണൽ ഫെലോഷിപ്പാണ്. അവിടെ ദൈവനും സംസാരിക്കാനായിട്ട് ദൈവം ഒരു ഡോർ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ 2 മീറ്റിങ്ങുകളായിരുന്നു ഞാൻ സത്യത്തിൽ വന്ന സമയത്ത് കുറച്ച് നാളുകൾക്കുള്ളിൽ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ പോകുന്ന ഒരു ലോക്കലായിട്ടുള്ള ഇംഗ്ലീഷ് ഫെലോഷിപ്പ്, അതേപോലെ തന്നെ മലയാളീസ് മാത്രം കൂടി വരുന്ന ഒരു ഇന്റർ ഡിനോമിനേഷണൽ പ്രയർ ഫെലോഷിപ്പ്. എന്നിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ സാറ്റർഡേസ് ഞാൻ സാധാരണഗതിയിൽ ഫ്രീ ആയിരുന്നു, ജോലി ഉണ്ടായതിന് ശേഷവും. എന്നാൽ കഴിഞ്ഞ ഒരു 4-5 മാസത്തിനുള്ളിൽ എനിക്ക് ജോലി സംബന്ധമായിട്ട് ഞാനൊരു വ്യക്തിയെ മീറ്റ് ചെയ്യാനായിട്ട് ഇടയായി. അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനാണെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ ഞങ്ങൾ സംസാരിച്ച് മുമ്പോട്ട് വന്നപ്പോൾ ഞാൻ സാധാരണ പുതിയതായിട്ട് ആൾക്കാരെ കാണുമ്പോൾ, അത് ഒഫീഷ്യലാണെങ്കിലും അല്ലെങ്കിലും ഏതെങ്കിലും രീതിയിൽ സംസാരിക്കുന്ന വഴിയിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലാണെന്നുള്ളൊരു സൂചന കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. സുവിശേഷം ഡയറക്റ്റ്ലി ആദ്യമേ എനിക്ക് പറയാനായിട്ട് അങ്ങനെ ഒരു പ്രേരണയോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോളിങ്ങോ എനിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ സാക്ഷ്യം ഏതെങ്കിലും രീതിയിലൊന്ന് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അന്നേരം ഈ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ളൊരു സൂചന കൊടുത്തപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയും ഇവഞ്ച്വലി ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അന്നേരം സംസാരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ ക്രിസ്ത്യൻ ആയിരുന്നു, വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് ഞാൻ എൻ്റെ സാക്ഷ്യം, ഞാൻ കുവൈറ്റിൽ നിന്നാണ് വരുന്നതെന്നും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഇദ്ദേഹം ഉടനെ തന്നെ, ഞാൻ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിനാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്, ഇദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് അടുത്തൊരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ഒരു വലിയൊരു കോൺഫറൻസ് റൂം എന്നെ കാണിച്ചു തരികയും ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം കോൾ ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി നടത്തുന്ന പല വ്യക്തികളിൽ ഒരാളാണ്. ഇവരുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് വേൾഡിലെ അറബിക് കൺട്രീസിലെല്ലാമുള്ള മുസ്ലിങ്ങളുടെ അടുത്ത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അറൗണ്ട് 40 രാജ്യങ്ങളുണ്ട്. അതിൽ 20-ൽ കൂടുതൽ രാജ്യങ്ങൾ കംപ്ലീറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അത് സിറിയ, ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ, ലെബനോൻ, കുവൈറ്റ്, സൗദി, അങ്ങനെ എല്ലാ അറബിക് രാജ്യങ്ങളിലും അതേപോലെ തന്നെ അറബിക് സ്പീക്കിംഗ് രാജ്യങ്ങളിലുമുള്ള ഇസ്ലാമിസ്റ്റുകളുടെ അടുത്ത്, മുസ്ലിങ്ങളുടെ അടുത്ത് സുവിശേഷം അറിയിക്കുകയും 1000-ൽ കൂടുതൽ മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഇവരുടെ ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരെന്നെ ഇതെല്ലാം കാണിച്ചു തരികയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ സിൻസിനാറ്റിയിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന അറബിക് ക്രിസ്ത്യൻസിന്റെ ഒരു ഗ്രൂപ്പുണ്ട്. അത് അറബിക് മാത്രം സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു കമ്പൈൻഡ് ആയിട്ടൊരു ഗ്രൂപ്പാണ്, ഇംഗ്ലീഷുകാരും കൂടി വരുന്നത്. ഇതിൽ എൻ്റെ അടുത്ത് വരികയും എൻ്റെ അടുത്ത് ദൈവനും ഷെയർ ചെയ്യുകയും അതൊരു ഡിസ്കഷൻ പോലുള്ളൊരു ഗ്രൂപ്പാണ്. അങ്ങനെ ഞാൻ ഇവരുമായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് വരാനായിട്ട് ഇടയായിരുന്നു. ആ മീറ്റിങ്ങിൽ ശരിക്കും സാറ്റർഡേസിലായിരുന്നു സംഭവം നടന്നുകൊണ്ടിരുന്നത്. അന്നേരം അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും വർത്തായിട്ട് ഫീൽ ചെയ്തൊരു ഗ്രൂപ്പ് അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒരിക്കലും ഒരു അറബിക് ക്രിസ്ത്യൻസിനെ പാരമ്പര്യമായിട്ടുള്ള അറബിക് ക്രിസ്ത്യൻസിനെ പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു അറബിക് ഇതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന കുവൈറ്റീസിനെയോ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കുവൈറ്റിൽ 22 വർഷമായിട്ടും കണ്ടിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതേപോലെ തന്നെ
അറബിക് കൺട്രീസിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന പലരെയും കാണുവാനും ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ കൂടി അനേക ആൾക്കാർ രക്ഷിക്കപ്പെടുന്നതും അവരുടെ സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ കുവൈറ്റിലുള്ള ഒരു കുവൈറ്റി, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആദ്യം രക്ഷിക്കപ്പെട്ടത്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഭർത്താവ് ഒരു എക്സ്ട്രീം ഇസ്ലാമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഈ ഭാര്യ വഴി സുവിശേഷം കേൾക്കുകയും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക രക്ഷിക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല ഇവരുടെയൊക്കെ സാക്ഷി മുസ്ലിം കൺട്രീസിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരുടെ സാക്ഷ്യം വളരെ പവർഫുൾ ആണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ കാണുന്ന പോലെ ദൈവം നേരിട്ട് ഇടപെട്ട് രക്ഷിക്കപ്പെടുന്ന വ്യക്തികളാണ് ഇവർ പലരും. ഞാൻ ഈ മീറ്റിങ്ങിന് ശേഷം ആ ഗ്രൂപ്പിൽ അതിൽ വരുന്ന ഒരു വ്യക്തിയുടെ ഒരു സാക്ഷ്യത്തിന്റെ ഒരു വീഡിയോ ഇടാം. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾക്കറിയാം. ഞാൻ ബേസിക്കലി പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ മീറ്റിംഗ് സാറ്റർഡേസിൽ നടക്കുന്നതുകൊണ്ട് എനിക്ക് ബൈബിൾ സ്റ്റഡി എടുക്കാനായിട്ട് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇത്രയും നാളുകൾ എനിക്ക് ഗ്യാപ്പ് വരേണ്ടി വന്നത്. ഇന്ന് ഞാൻ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പോട്ട് എനിക്ക് തുടർന്ന് സംസാരിക്കണമെന്ന്, പക്ഷേ ഞാനത് റെഗുലറായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ പറ്റുന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് അതിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. ഞാനത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന, എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കിത് എത്രത്തോളം റെലവൻ്റ് ആണ്, ആപ്ലിക്കബിൾ ആണ് എന്നൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ പല സമയങ്ങളായിട്ട് ദൈവം എൻ്റെ ഇടപെട്ട ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ സബ്ജക്റ്റ് ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു. അതിന്റെ ആമുഖമായിട്ട് എബ്രായ ലേഖനത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 10 മുതൽ വാക്യങ്ങൾ. ഈ എബ്രായ ലേഖനം എബ്രായ ലേഖനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ എടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എബ്രായ ലേഖനം ഒരു കണ്ടിന്യൂസ് ലേഖനമാണ്. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് നമുക്ക് പലപ്പോഴും വാക്യങ്ങൾ എടുത്ത് പറയുമ്പോൾ അതിന് മുമ്പിലുള്ള വാക്യങ്ങൾ പറഞ്ഞെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് എബ്രായ ലേഖനത്തിന്റെ മുമ്പിലത്തെ വാക്യങ്ങൾ കൂടി എബ്രായ ലേഖന കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വം, യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം എന്നുള്ള കാര്യം പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഈ എബ്രായ ലേഖന കർത്താവിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, ഒരു അധ്യായം പിന്നീടാണ് തിരിച്ചെങ്കിലും ഈ ഒരു അധ്യായത്തിലേക്ക് ഒരു കാര്യം പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ഒരു സൂചന കൊടുത്തിട്ട് പിന്നീടാണ് ഇതിന്റെ വിശദീകരണത്തിലേക്ക് ഇദ്ദേഹം പോകുന്നത്. ആ രീതിയിൽ യേശുക്രിസ്തു നമുക്ക് പകരമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മഹാപുരോഹിതനാണ് എന്നുള്ളതിന്റെ ഒരു സൂചന. ശരിക്കും യേശുക്രിസ്തു മഹാപുരോഹിതനാണെന്നുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്ന് പറയുന്ന ഏക പുസ്തകം എബ്രായ ലേഖനമാണ്. അതിന്റെ ഒരു സൂചന 2-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ അധ്യായത്തിൽ അല്ലെങ്കിൽ 2 അധ്യായത്തിന് മുമ്പ് ഇദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം വേറെ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് ഇദ്ദേഹം പോകാനായിട്ട് ശ്രമിക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടു എന്നും നമുക്ക് നമ്മളുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിവുള്ള മഹാപുരോഹിതനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് എന്നുള്ളത് പറയാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത് 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഇദ്ദേഹം ഇത്രയും പറഞ്ഞതിന് ശേഷം പറഞ്ഞു വരുമ്പോൾ എബ്രായ ലേഖന കർത്താവ് മുമ്പോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് നേരിടുകയാണ്. ആ ബുദ്ധിമുട്ട് കേൾവിക്കാരുടെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. ഇതിന് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കൺസേണിങ് ഹിം, ഇവനെ കുറിച്ച് എന്നുള്ളതാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ. അതായത് മൽക്കീസദേക്കിനെ കുറിച്ചും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിൻ പൗരോഹിത്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ പൗരോഹിത്യത്തിൽ കൂടി യേശുക്രിസ്തു സ്ഥാപിച്ച അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ രക്തത്തിൽ കൂടി യേശുക്രിസ്തു സ്ഥാപിച്ച പുതിയ ഉടമ്പടിയെ പറ്റിയും അതിന്റെ വിശദീകരണത്തിനെ പറ്റിയും വളരെ പറയാനായിട്ട് ഇദ്ദേഹം ആഗ്രഹിക്കുകയാണ് ഈ കേൾവിക്കാരുടെ അടുത്ത്. എന്നാൽ ഇദ്ദേഹം ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തന്നെ പറയുകയാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷയം. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എനിക്കിത് കുറെ കൂടി വിശദമായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കേൾവിക്ക് ഉള്ള മാന്യമാണ്. ഡൾനെസ് ഇൻ ഹിയറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു ഫിസിക്കൽ ഡൾനെസ് അല്ല, മറിച്ച് യേശുക്രിസ്തു തന്നെ പറഞ്ഞ പോലെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ കണ്ടീഷനെ പറ്റിയാണ് എബ്രായ ലേഖന കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അന്നേരം ആ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് ഇദ്ദേഹം അടുത്തതായിട്ട് വിശദീകരിക്കുകയാണ്. വേറെ രീതിയിൽ പറയാണ്, കാലം നോക്കിയാൽ
ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായി. എന്നാൽ ഇവരുടെ ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ ഇവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഫ്രെയിം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്ന പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് മറ്റുള്ളവരെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള സമയമായി, എന്നാൽ ഇപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എത്ര ആത്മീയമായിട്ട് വളർന്നാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം, നമ്മൾ പഠിക്കാൻ തയ്യാറായിരുന്നവരായിരിക്കണം. വി ഷുഡ് ബി ടീച്ചബിൾ. പലപ്പോഴും പലരുടെയും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊരു ഏതെങ്കിലും രീതിയിൽ തികഞ്ഞവരായിത്തീരുന്നു എന്ന് ചിന്തിക്കുകയും പിന്നീട് ഇവരെ ആർക്കും പഠിപ്പിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പലരും എത്തിച്ചേരാറുണ്ട്. അന്നേരം പ്രത്യേകിച്ച് ഈ പഠിപ്പിക്കുന്നവർക്കാണ് ഈ പ്രശ്നം. അന്നേരം പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, മോസ്റ്റ്ലി ടീച്ചേഴ്സ് ആർ നോട്ട് ടീച്ചബിൾ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെ ടീച്ച് ചെയ്യാനായിട്ട് കഴിയത്തില്ല, അവർക്കെല്ലാം അറിയാവുന്നതാണ് അവരുടെ ധാരണ എന്ന് ചിന്തിക്കാറുണ്ട്. അന്നേരം നമ്മൾ പഠിക്കേണ്ടവരാണ് എന്നുള്ളത് സത്യമാണ്. നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടവരാണ്. അതുകൊണ്ട് യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുള്ള അഭിഷേകം നിങ്ങളെ പല കാര്യങ്ങളും ഉപദേശിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഇതൊരിക്കലും തീരുന്നില്ല. നമ്മൾ കൂടുതൽ 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 കർത്താവിനെ പറ്റി അറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം പഠിക്കുന്നു എന്നുള്ളതല്ല അവിടുത്തെ എബ്രായ ലേഖന കർത്താവ് ഇവരുടെ ഇടയിൽ കണ്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. അതെന്താണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാലം വെച്ച് നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കും നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. അതായത് അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പാഠങ്ങളാണ് ഇവർ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതൊരു പ്രോബ്ലമാണ്. കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഇപ്പോഴും, ഇംഗ്ലീഷിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആണ്, എലമെന്ററി ലെസൺസ് ഓർ എലമെന്ററി ടീച്ചിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും എലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രോബ്ലം. എലമെന്ററി ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കുന്നത് കൊണ്ട്, അത് തന്നെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയുന്നില്ല, അതിന്റെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെ വേറൊരു രീതിയിൽ ഇദ്ദേഹം ഒരു കമ്പാരിസണിൽ കൂടി പറയുകയാണ്. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കും. അന്നേരം ഇവർ പറയുന്നത്, നിങ്ങൾ എലമെന്ററി ടീച്ചിങ്സ്, നിങ്ങൾ പഠിക്കുന്ന ഈ എലമെന്ററി ടീച്ചിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കട്ടിയായിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ സോളിഡ് ഫുഡ് അല്ല, അത് പാലാണ്. ഇല്ലെങ്കിൽ സോളിഡ് ഫുഡ് എന്നുള്ളത് മുമ്പോട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഇറ്റ്സ് എ വേർഡ് ഓഫ് റൈച്ചസ്നസ്, നീതിയുടെ വചനങ്ങളല്ല നിങ്ങൾ പഠിക്കുന്നത്, മറിച്ച് എലമെന്ററി ലെസൺസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്, പാലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ പാല് കുടിക്കുന്നവരെ പറ്റി ഇദ്ദേഹം വേറൊരു രീതിയിൽ കമ്പാരിസൺ ചെയ്യുകയാണ്. അതിന്റെ 20ാമത്തെ വാക്യത്തിൽ പറയാണ്, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ, ഇല്ലെങ്കിൽ വേർഡ് ഓഫ് റൈച്ചസ്നെസ്സിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. എന്നിട്ട് വീണ്ടും പറയാണ്, രണ്ടാമത്തെ ഒരു പ്രോബ്ലം, നിങ്ങൾ പാലാണ് കുടിക്കുന്നത്, പാലേ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കാരണം നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കട്ടിയായിട്ടുള്ള ആഹാരം റിസീവ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ളതല്ല, കാരണം നിങ്ങൾ ശിശുക്കളാണെന്നാണ് പറഞ്ഞത്. ഈ നാച്ചുറലി ശിശുക്കൾക്ക് പാല് മാത്രമേ കുടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശിശുക്കളായതുകൊണ്ട് എനിക്ക് കട്ടിയായിട്ടുള്ള കാര്യം, എനിക്ക് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിന്റെ പൗരത്വത്തെ പറ്റിയും പുതിയ ഉടമ്പടിയെ പറ്റിയും എന്റെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം നേരിടുന്ന ബുദ്ധിമുട്ട്. എന്നിട്ട് പറയുന്നത്, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റും. എന്നാലും ഇദ്ദേഹം പറയാണ്, ഈ പ്രായം തികഞ്ഞവർ എന്നുള്ള പദം വീണ്ടും വീണ്ടും മുമ്പോട്ട് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, മെച്യൂർ എന്നുള്ളതാണ് വാക്യം. അന്നേരം ബേബ്സ് ആൻഡ് മെച്യൂർ, ഈ രണ്ട് പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ തികഞ്ഞവർ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, മെച്യൂർ എന്നുള്ള അർത്ഥത്തിലാണ് ബൈബിൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ വരുമ്പോൾ തികഞ്ഞവർ എന്നുള്ള പദം ഉടനീളം വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് വിശദീകരിക്കുന്നത്. അന്നേരം ഇദ്ദേഹം പറയുന്നതിന്റെ അടിസ്ഥാന പ്രോബ്ലം ഈ കേൾവിക്കാരെ പറ്റി പറയാണ്. ഒന്ന്, നിങ്ങൾ കേൾക്കാൻ മാന്യമുള്ളവരാണ്. അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും എലമെന്ററി ലെസൺസ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എലമെന്ററി ലെസൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പാലാണ്. അങ്ങനെ നിങ്ങൾക്ക് എലമെന്ററി ലെസൺസ് മാത്രം മനസ്സിലാകുന്നതിന്റെ കാരണം, സോളിഡ് ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയാത്തതിന്റെ കാരണം, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ട്രെയിൻഡ് ആയിട്ടില്ല നിങ്ങളുടെ കട്ടിയായിട്ടുള്ള ആഹാരം റിസീവ് ചെയ്യാനായിട്ട്. പാല് കുടിക്കാൻ മാത്രം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് നിങ്ങൾക്കുള്ളത്. അതിന്റെ കാരണം, യു ആർ നോട്ട് മെച്യൂർ ആൻഡ് യു ആർ ബേബ്സ്. അന്നേരം ശൈശവാവസ്ഥയിലുള്ള ആൾക്കാർ അങ്ങനെ ആയിരിക്കുന്നിടത്തോളം ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, കാരണം ഇത് പിന്നീട് ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്.
അന്നേരം യേശുക്രിസ്തു ശിശുക്കളായി ആവാൻ വേണ്ടി ശിശുക്കളെ പോലെ ആകണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പലയിടത്തും. അന്നേരം അതും ഇതും തമ്മിലൊരു കോൺട്രാഡിക്ഷൻ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ശിശുക്കളെ പോലെ ആകണമെന്ന് പറയുകയും എബ്രായ ലേഖന കർത്താവ് ശിശുവായിരിക്കുന്നതിന് ഇവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നുള്ളത്? അന്നേരം ഏത് രീതിയിലാണ് നമ്മൾ ശിശുക്കളാവേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ ശിശുക്കൾ ആവാതെ മെച്യൂർ ആകേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാകണം. ഞാനതൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ രീതിയിലാണ് നമ്മൾ ശിശുക്കളാവേണ്ടത്. അന്നേരം യേശുക്രിസ്തു പറഞ്ഞ പല വാക്യങ്ങളുണ്ട്, പല സുവിശേഷങ്ങളിലും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 18:3, മത്തായിയുടെ സുവിശേഷം 18:3, മർക്കോസിന്റെ സുവിശേഷം 10:15 ഈ വാക്യങ്ങളിൽ യേശുക്രിസ്തു ഒരേ കാര്യം തന്നെ പറയുമ്പോൾ പറയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. മർക്കോസ് 10 അത് വിശദീകരിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തെ ഒരു ശിശുവിനെ പോലെ കൈക്കൊണ്ടില്ല എങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, അടുത്ത വാക്യത്തിൽ പറയാണ്, ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു എന്ന് പറയാണ്. അന്നേരം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് കടക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ശിശുവിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ദൈവരാജ്യത്തിൽ കടന്നു കഴിഞ്ഞിട്ട് ആ ശിശുവിന്റെ ആ ആറ്റിറ്റ്യൂഡ് മാറ്റാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ കടന്നതിന് ശേഷം നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ഒരു വലിയവനാവണമെങ്കിൽ, ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് വളർന്ന് വലിയവനാകണമെങ്കിലും ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ തുറന്നു വെക്കുകയുള്ളൂ. ആ ശിശുവിന്റെ ആറ്റിറ്റ്യൂഡോട് കൂടി ദൈവരാജ്യത്തിലേക്ക് കിടക്കുന്നു. ആ ശിശുവിന്റെ ആറ്റിറ്റ്യൂഡോട് കൂടി തന്നെ ദൈവരാജ്യത്തിൽ തുടർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ വളർച്ചയും സാധ്യമാവുകയുള്ളൂ. മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളും നിങ്ങൾക്ക് അങ്ങനെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം തന്നെ 11-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്. ഇതും പലയിടത്ത് റിപ്പീറ്റ് ചെയ്തതാണ്. യേശു പറയാണ്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായിട്ടുള്ളവരെ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറയണം. അന്നേരം പറയണം, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ഒരിക്കലും മാറിപ്പോകാനായിട്ട് പാടില്ല. ദൈവം ഒരിക്കലും നമ്മൾ അങ്ങനെ മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അന്നേരം ദൈവരാജ്യത്തിലേക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആറ്റിറ്റ്യൂഡ്? ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തായിയുടെ സുവിശേഷം 18:3 തന്നെ, അല്ലെങ്കിൽ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ദൈവരാജ്യത്തിൽ വലിയവൻ. അന്നേരം ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മൾക്കൊരു താഴ്മയും ഒരു ഡിപ്പെൻഡൻസും എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള കടക്കാനായിട്ടും ദൈവരാജ്യത്തിൽ തുടരാനായിട്ടും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഇതുകൊണ്ടാണ് യാക്കോബ് അതിന്റെ 1-ാമത്തെ ലേഖനത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഉൾനട്ട ആ വചനം സൗമ്യതയോടും താഴ്മയോടും കൈക്കൊള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അന്നേരം ഞാനിതൊന്ന് വിശദീകരിക്കുകയാണ്. ഒരു ശിശുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനൊരു മാറ്റം ഒരിക്കലും വരരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നമ്മൾ ദൈവത്തിൽ നിന്നുള്ള ഡിപ്പെൻഡൻസിൽ നിന്ന് മാറി ഞാൻ സ്വയമായിട്ട് നിൽക്കാൻ കഴിയുമെന്നും ദൈവത്തിന്റെ വചനത്തിലെ കാര്യങ്ങൾ ദൈവത്തിനോടുള്ള ഒരു താഴ്മയുടെ ആറ്റിറ്റ്യൂഡിലല്ലാതെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തെറ്റിപ്പോവുകയാണ്. എന്നാൽ എവിടെയാണ് ശിശു ആകരുതെന്ന് ദൈവം പഠിപ്പിക്കുന്നത്? അത് ഈ വാക്യത്തിലല്ല, മത്തായിയുടെ എബ്രായ ലേഖനത്തിലെ വാക്യത്തിൽ മാത്രമല്ല, കൊരിന്ത്യർ ലേഖനത്തിൽ പലയിടത്തും പറയുന്നുണ്ട്. അതിലെ ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ അതിന്റെ 14-19 വാക്യം വായിക്കുമ്പോൾ പൗലോസ് സഭയിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനെ പറ്റി പറയാം. അവിടെ പറയാണ്, എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് സംസാരിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഈ ബുദ്ധി എന്നുള്ളത് മൈൻഡ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ മൈൻഡ്, നമ്മുടെ ബുദ്ധി, നമുക്ക് ഇതെല്ലാം ദൈവം തന്നിട്ടുള്ള കഴിവുകൾ തന്നെയാണ്. അന്നേരം നമുക്ക് ബുദ്ധി ഇല്ലാതിരിക്കണമെന്നല്ല, ദൈവം മനസ്സിലാക്കാനായിട്ട് ബുദ്ധി ആവശ്യമാണ്. ഈ ബുദ്ധി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എൻലൈറ്റ് ചെയ്യപ്പെട്ട് നമ്മൾ ആ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ബുദ്ധി കൊണ്ട് മറ്റുള്ളവരെയും പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇച്ഛിക്കുന്നു. 5 വാക്ക് പറയാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്നിട്ട് പറയാണ്, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ദൈവം തന്നിരിക്കുന്ന സെൻസസ് ട്രെയിൻ ചെയ്ത് നിങ്ങൾ അതിൽ ശിശുക്കളും എന്നുള്ള രീതിയിലല്ല, ബുദ്ധിയിൽ നിങ്ങൾ മുതിർന്നവരാകുവിൻ. ഇൻ തിങ്കിങ് ബി മെച്യൂർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ പറയുന്നുണ്ട്, തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശിശുക്കളായിരിക്കണം, പക്ഷെ ബുദ്ധിയിൽ നിങ്ങൾ ശിശുക്കളാവരുത്. ബുദ്ധിയിൽ നിങ്ങൾ മെച്യൂർ ആയിരിക്കണം, നിങ്ങളുടെ സെൻസസ് ട്രെയിൻഡ് ആവണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ മെച്യൂർ ആവേണ്ടത്? മെച്യൂർ ആവേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും കൃപയിലും നമ്മൾ മെച്യൂർ വളർന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് 2 പത്രോസ് അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ
രണ്ട് കാര്യങ്ങളിൽ നമ്മൾ വളരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നത് ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് ക്രൈസ്റ്റ്. കൃപയിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുവിൻ. രണ്ട് കാര്യത്തിൽ ഒരു വ്യക്തി വളരണം. കൃപയിൽ വളരണം, യേശു ക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിൽ വളരണം, ബുദ്ധിയിൽ നമ്മൾ വളരണം. നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ മെച്ചുവർ ആയെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പരിജ്ഞാനത്തിനെ പറ്റി തന്നെയാണ് എബ്രായ ലേഖനം തുടർന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. നാം പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ, ക്രിസ്തുവിനെ കുറിച്ചുള്ള എലമെന്ററി ലെസൺസ് വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക എന്ന് വീണ്ടും എബ്രായ ലേഖനകർത്താവ് പറയുന്നതാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു തരത്തിൽ നമ്മൾ ശിശുക്കളായിട്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ശിശുവിന്റെ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഒരു തരത്തിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം, നമ്മൾ മെച്ചുവർ ആയിക്കൊണ്ടേയിരിക്കണം. മെച്ചുവർ ആയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള സോളിഡ് ഫുഡ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടും മനസ്സിലാക്കാനായിട്ടും കഴിയത്തുള്ളൂ. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു കാര്യം കൂടി ഒന്ന് വിശദീകരിക്കുകയാണ്. എബ്രായ ലേഖനത്തിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് നേരം നെഗറ്റീവ് അർത്ഥത്തിൽ ശിശുക്കളാകരുത് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു. ഈ ശിശുക്കൾ എന്നതിൽ തന്നെ ഒരു 2 കാറ്റഗറി ശിശുക്കളുണ്ട്. അതുകൂടി ഞാനൊന്ന് വിശദീകരിക്കാം. ഒരു കാറ്റഗറി ശിശുക്കളെ പറ്റി 1 കൊരിന്ത്യർ, ഈ എബ്രായ ലേഖന കർത്താവിന്റെ കൂട്ട് തന്നെ, എബ്രായ ലേഖന കർത്താവിനെ പോലെ തന്നെ, എബ്രായ ലേഖന കർത്താവിനെ പോലെ എന്നല്ല, ദൈവവചനം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. ഇതേ പ്രോബ്ലം പൗലോസും ഫേസ് ചെയ്തിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പൗലോസ് കൊരിന്ത്യ സഭയിലേക്ക് അവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വരേണ്ട അധ്യായമാണെങ്കിൽ എൻ്റെ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനവും മനുഷ്യന്റെ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ലോകത്തിലെ ജ്ഞാനികളെ ദൈവം തള്ളിക്കളഞ്ഞിട്ട് ദൈവം തെരഞ്ഞെടുത്തത് ഈ ലോകത്തിലെ ജ്ഞാനം കുറവുള്ളവരെ, അല്ലെങ്കിൽ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് യേശുക്രിസ്തു പറഞ്ഞ പോലെ ആ ശൈശവ ഹൃദയമുള്ളവരെയും ഏതുമില്ലാത്തവരെയുമാണ് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞതിന് ശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, അതിന്റെ 4-ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. ഇവിടെ പൗലോസ് മനുഷ്യരുടെ ഹ്യൂമൻ വിസ്ഡവും ഡിവൈൻ വിസ്ഡവും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 2:4 പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്ര വന്ന്. അന്നേരം പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് സുവിശേഷം പറഞ്ഞപ്പോൾ, ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ലോകത്തിലെ കുറേ ജ്ഞാനം വിളമ്പാനായിട്ട് വന്നതല്ല. ഇന്ന് പലർക്കും താല്പര്യം അതാണ്, ഈ ഭയങ്കരമായിട്ടുള്ള സയന്റിഫിക്സ് കാര്യങ്ങളും ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ദൈവവചനം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ പൗലോസ് അങ്ങനെയല്ല ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ലോകത്തിന്റെ ജ്ഞാനം പ്രസംഗിച്ചില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ ഉപയോഗിച്ചിട്ടല്ല എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ തികഞ്ഞവർ എന്നുള്ളത് ആദ്യം വിശദീകരിച്ചത്. മെച്ചുവർ എന്നാണ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. വി സ്പീക്ക് ഗോഡ്സ് വിസ്ഡം എമംഗ് ദോസ് ഹു ആർ മെച്ചുവർ എന്ന് പറയുന്നത്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞാൻ ജ്ഞാനം സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ ജ്ഞാനമല്ല എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു ജ്ഞാനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, തികഞ്ഞവരുടെ ഇടയിൽ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരുടെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസവിക്കുന്നത്. ചിലപ്പോൾ കട്ടിയുള്ള വാക്കുകളായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അന്നേരം പൗലോസ് പറയുന്ന ഇതാണ്, ഞാൻ പറയുന്നത് ലോകത്തിന്റെ ജ്ഞാനം ഞങ്ങൾ പ്രസംഗിക്കാറില്ല, പക്ഷെ വേറൊരു ജ്ഞാനം ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അത് ആരുടെ ഇടയിൽ മാത്രമേ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ? അത് തികഞ്ഞവരുടെ അല്ലെങ്കിൽ മെച്ചുവർ ആയിട്ടുള്ളവരുടെ ഇടയിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് പ്രസംഗിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് ഏതാണ്? ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്നതും ലോക സൃഷ്ടിക്ക് മുമ്പേ ദൈവം നമുക്ക് വേണ്ടി മുൻ നിയമിച്ചതുമായ ദൈവത്തിന്റെ ജ്ഞാനം മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, ഈ ജ്ഞാനം ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല, ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ആൾക്കാരെ തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കുന്ന ഒരു വാക്യമായിട്ടാണ് ഇതിനെ കണ്ടിട്ടുള്ളത്.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഞാൻ നിങ്ങളുടെ ഒരു അറ്റൻഷന് വേണ്ടി ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വാക്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, ആർക്കെങ്കിലും എങ്ങനെയാണ് ഈ വാക്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്ന് പറയാമോ? പെട്ടെന്ന് പറയാമോ ആർക്കെങ്കിലും? ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. യെസ്, ഓക്കെ, അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. എക്സാക്ട്ലി, കറക്റ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മേളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, മറച്ചു വെച്ചിരിക്കുന്നല്ല, ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് എല്ലാവർക്കും ഒന്നും ദൈവത്തിന് പറയാനായിട്ട് കഴിയത്തില്ല. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുകയുമില്ല. അത് ചിലരിടത്ത് മാത്രമേ ദൈവത്തിന്റെ ഭക്തന്മാർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആർക്കാണ് ഇത് മനസ്സിലാകുന്നത്? അത് മനസ്സിലാക്കാനായിട്ടൊരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്ക് എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് കൊടുക്കുന്നു? ബാക്കിയുള്ള ആൾക്കാർക്ക് കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും അവരുടെ ഹൃദയത്തിൽ മനസ്സിലാക്കാത്തതുമായിട്ടുള്ള കാര്യം നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. എന്നിട്ട് 12ാമത്തെ വാക്യത്തിൽ പറയാണ്, നമുക്കോ ലോകത്തിന്റെ ആത്മാവിനല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ എത്ര പറഞ്ഞു. അന്നേരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചില വ്യക്തികൾക്ക് ദൈവത്തിന്റെ ഹൃദയത്തിലെ മിസ്റ്ററീസിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്. അതിനാണ് ഒരു ശിശുവിന്റെ ഹൃദയം ഉണ്ടാകേണ്ടത്, ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു മൈൻഡും ഉണ്ടാകേണ്ടത്. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ ശിശുവിന്റെ ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ മെച്യൂർ ആയിരിക്കുമ്പോൾ, അതാണ് തികഞ്ഞവരുടെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നു, അവർക്ക് ഞങ്ങൾക്ക് ഇതിനെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് പറയുന്നത് അതെങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്? അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളെ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. അന്നേരം എബ്രായ ലേഖനം പ്രത്യേകം പറയാണ്, എനിക്കിത് തെളിയിച്ചു തരാൻ നിങ്ങളുടെ അടുത്ത് ബുദ്ധിമുട്ടാണ്. എന്നാൽ പൗലോസോട് പറയാണ്, ഞങ്ങൾക്കിത് തെളിയിച്ചു കൊടുക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്ന വചനത്തിൽ കൂടിയാണ് ഞങ്ങൾ തെളിയിക്കുന്നത്. ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ഞങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നത് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ ആത്മീകന്മാർക്കാണ്. ഈ ആത്മീകൻ എന്നുള്ള പദമാണ് മുകളിൽ മെച്ചൂർ എന്നുള്ള പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ആർക്കാണ് ഇത് ഒട്ടും മനസ്സിലാകാത്തത്? ആർക്കാണ് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയാത്തത്? പ്രാകൃത മനുഷ്യൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെടാത്ത നാച്ചുറൽ മാനെ പറ്റിയാണ്. ഞാനിത് വളരെ വിശദീകരണം ആവശ്യമുള്ളതാണെങ്കിലും സബ്ജക്റ്റ് നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. പ്രാകൃത മനുഷ്യനെടുത്ത് ഈ മർമ്മങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷമേ പ്രാകൃത മനുഷ്യന് മനസ്സിലാവത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പ്രാകൃത മനുഷ്യന് മനസ്സിലാവും, ഇല്ലെങ്കിൽ നാച്ചുറൽ മാനും മനസ്സിലാവും, നാച്ചുറൽ ബുദ്ധിയിൽ മനസ്സിലാവും. എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യം, ദൈവത്തിന് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അത് പ്രാകൃത മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് കഴിയത്തേയില്ല. അവനത് ദോഷത്വമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ വ്യക്തികൾക്ക്, അതാണ് അടുത്ത വാക്യത്തിൽ പഠിക്കുന്നത്, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്. അന്നേരം പൗലോസോട് പറഞ്ഞിരിക്കുന്നത് രണ്ടു കൂട്ടർ ആൾക്കാരെ പറ്റിയാണ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബുദ്ധിയും കൊണ്ട് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ആത്മീയമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർക്ക്, എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ അവരുടെ സെൻസസ് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദൈവത്തിന്റെ ഈ മിസ്റ്ററീസിനെ വെളിപ്പെടുത്താനായിട്ട്. ഓക്കെ, ഞാൻ വീണ്ടും കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോകണം. എന്താണ് പൗലോസ് കൊരിന്ത്യ ലേഖനക്കാരടുത്ത് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ഈ മർമ്മം എന്താണെന്നുള്ളത് അവിടെ പൗലോസ് സത്യത്തിൽ വിശദീകരിക്കുന്നത്. കാരണം പൗലോസ് വിശദീകരിക്കാൻ കാരണം മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നത്, അതിലേക്ക് ഞാൻ മടങ്ങി വരാം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന മർമ്മം? അത് മർമ്മം മനസ്സിലാവണമെങ്കിൽ പൗലോസ് ഇത് ഒരു മെച്യൂർ ചർച്ചിന് ഇത് വിശദീകരിക്കുന്നുണ്ട്. ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ചർച്ചിൽ പൗലോസ് ഈ മിസ്റ്ററി എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. ആ സഭ എന്ന് പറയുന്നത് പൗലോസ് 3 വർഷം തുടർച്ചയായിട്ട് പഠിപ്പിച്ചൊരു സഭയാണ്. അത് എഫേസ്യ സഭയാണ്. അപ്പോസ്തല പ്രവൃത്തി 20:27 ആ കോണ്ടക്സ്റ്റ് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പൗലോസ് എഫേസ്യ സഭ വിട്ടുപോകുന്നതിന് മുമ്പ് പറയുന്ന ഒരു പ്രസംഗമാണ്. അതിന്റെ 27ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യം ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും നിങ്ങളെ അറിയിച്ചു തന്നിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുകയാണ്. അന്നേരം എബ്രായ ലേഖനകർത്താവ് പറയുന്ന പോലെ, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട്.
അത് എഫേസ്യ സഭക്കാരടുത്ത് പറയാണ്, അത് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒട്ടും മറച്ചു വെക്കാതെ മുഴുവനും പറഞ്ഞു തരാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്ന് പറയാണ്. എന്താണ് പൗലോസ് ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് എഫേസ്യ സഭയെടുത്ത് വിശദീകരിച്ചത്? അത് എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് അത് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഈ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കേണ്ടതാണ്. എങ്കിലും സബ്ജക്റ്റിൽ നിന്ന് മാത്രം ഞാൻ പറയാണ്. എഫേസ്യ ലേഖനം 3:3 പറയാണ്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേ മർമ്മമാണ് പറഞ്ഞിരിക്കുന്നത്. ആ മർമ്മം ഇപ്പോൾ നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിന് എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളാകും ഏക ശരീരത്തിലും വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ. എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ഈ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനായിട്ട് എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അന്നേരം പൗലോസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവസഭ എന്ന് പറയുന്ന ആ റിയൽ മിസ്റ്ററിയാണ്. കർത്താവിന്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ദൈവസഭ ആയിരിക്കേണ്ടത്, ദൈവത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, അത് വെളിപ്പെടുത്താനായിട്ട് പൗലോസ് പറയാണ്, എനിക്കത് കൃപ ലഭിച്ചിരിക്കുന്നത്, വെളിപ്പെടുത്താനുള്ള കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷെ അതെനിക്ക് എല്ലാവർക്കും വെളിപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. കാരണം അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത് ഞങ്ങൾക്ക് തികഞ്ഞവരുടെ ഇടയിൽ, മെച്യൂർ ആൾക്കാരുടെ ഇടയിൽ മാത്രമേ വെളിപ്പെടുത്താനായിട്ട് കഴിയത്തുള്ളൂ. എന്നിട്ട് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അന്നേരം പൗലോസ് കൊരിന്ത്യരുടെ അടുത്ത് പറയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. കാരണം ഇതെന്താണ്? ഇത് കട്ടിയായിട്ടുള്ള ആഹാരം. എബ്രായ ലേഖന കർത്താവ് പറഞ്ഞ പോലെ ദിസ് ഈസ് സോളിഡ് ഫുഡ്. നിങ്ങൾക്ക് ഇത് ദഹിക്കാനായിട്ട് കഴിയത്തില്ല. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ സഹോദരന്മാരെ, മനസ്സിലാക്കണം, ഇവർ സഹോദരന്മാരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, അല്ലാതെ പ്രാകൃത മനുഷ്യരല്ല, നാച്ചുറൽ മാൻ അല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. ഇവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. കൊരിന്ത്യർ ലേഖനം 12:12 പറയാണ്, നമ്മൾ എല്ലാവരും, കൊരിന്ത്യർ എല്ലാവരും ഉദ്ദേശിച്ച് പറയാണ്, ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരു ശരീരത്തിന്റെ ഭാഗമായി തീർന്നവരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരടുത്ത് പറയാണ്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോടെന്നതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ മെച്ചുറായിട്ടുള്ളവർ എന്നതുപോലെ ആത്മീയന്മാരോടെന്നതുപോലെ അല്ല, ജഡീകന്മാരോടെന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്നതുപോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞു. എബ്രായ ലേഖന കർത്താവ് ഫേസ് ചെയ്ത അതേ പ്രോബ്ലം പൗലോസും ഫേസ് ചെയ്യുന്നു. പൗലോസ് വീണ്ടും എബ്രായ ലേഖന കർത്താവ് പറഞ്ഞ അതേ കാര്യം പറയാണ്, ഭക്ഷണമല്ല പാലത്രയും ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവില്ല. പൗലോസ് പറയാണ്, ഇപ്പോഴും നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ, സോളിഡ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് എന്താണ്, നിങ്ങൾക്ക് വീണ്ടും 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 പാല് തന്നെ തന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു. ഇവിടെ കൊരിന്ത്യ ലേഖനത്തിലെ വിശ്വാസികളും ശിശുക്കളാണ്, എബ്രായ സഭയിലെ വിശ്വാസികളും ശിശുക്കളാണ്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം അതല്ല. ഒരു ഡിഫറൻസ്, എബ്രായ സഭയിലെ വിശ്വാസികൾ രണ്ടുപേരും ശിശുക്കളാണ്, രണ്ടുപേർക്കും ഹാർഡ് ഫുഡ് ഇല്ലെങ്കിൽ സോളിഡ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ഒരു വ്യത്യാസം എബ്രായ സഭയും കൊരിന്ത്യ സഭയും തമ്മിലുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. എന്താണെന്ന് അറിയാമോ? ഇവിടെ പൗലോസ് ഇവർ ശിശുക്കളാണെന്ന് പറയുമ്പോൾ ഒരു പദം കൂടി അവരുടെ അടുത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ശിശുക്കളാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾ ജഡീകരാണ് എന്ന് പറയാം. ഇവർ ജഡീകരാണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്? അടുത്ത വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ജഡീകരല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം തെളിവ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നില്ല. അന്നേരം പൗലോസ് നിങ്ങൾ യു ആർ കാർണൽ, നിങ്ങൾ ജഡീകരാണ്. കാരണം എന്താണ്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്. മാത്രമല്ല നിങ്ങൾ ചിലര്, ഞാൻ അപ്പോലോസിന്റെ ആളാണ്, ഞാൻ പത്രോസിന്റെ ആളാണ്, ഞാൻ ഇന്ന ബ്രദറിന്റെ ശിഷ്യനാണ്, ഞാൻ ഇന്ന ചർച്ചിലെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആൾക്കാരിൽ പ്രശംസിക്കുന്നവരാണ്. താഴേക്ക് വരുമ്പോഴേക്കും ഇവർ ഭിന്നത, ഇവരുടെ പുറത്ത് കോർട്ട് കേസുകളായിട്ട് പോകുന്നവരാണ്. മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെ ദുർനടപ്പുണ്ട്. അന്നേരം ഒന്നാം തരം കാർണൽ സഭയാണ്, ജഡീകന്മാരുടെ ഒരു കൂട്ടമാണ് കൊരിന്ത്യ സഭ. ഇതാണ് ഇതിൽ ഇന്നത്തെ പല വേർപെട്ട സഭകളെ പോലത്തെ ഒരു സഭ, പല സഭകളും എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലത്തെ ഒരു കാർണൽ ചർച്ച്, ജഡീകന്മാരുടെ ഒരു കൂട്ടം. എന്നിട്ട് ഇവിടെ ഇവര് ശിശുക്കളാണെന്ന് പറയുമ്പോൾ തന്നെ ഇവര് ജഡീകന്മാരും കൂടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പത്രോസ് ലേഖനം പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കൃപയിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. എന്നിട്ട് കൃപയിൽ വളരുമ്പോൾ മാത്രമേ നമുക്ക് ജഡത്തെ ജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ.
ദേ വേർ ഓവർകെയിം ബൈ ഫ്ലഷ്. ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജഡീകന്മാരുടെ ഒരു കൂട്ടമാണ്. രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം തന്നെ പറയുന്നത്. പലരും ചിന്തയുണ്ട് ജഡീകന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് രക്ഷിക്കപ്പെടാത്ത ആൾക്കാരെ പറ്റി പറയുന്നതാണ്. അല്ല, ബൈബിൾ ജഡീകന്മാർ എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരെ മാത്രം പറയുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെട്ടവരിൽ ജഡീകന്മാർ ജഡത്തെ അനുസരിച്ച് നടക്കുന്നത്. അങ്ങനത്തെ ഒരു കാർണൽ ചർച്ചാണ്. എന്നാൽ എബ്രായ സഭ അങ്ങനെയല്ല. എബ്രായ സഭയിൽ നമ്മൾ എബ്രായ ലേഖന കർത്താവ് ഒരിടത്ത് പോലും ഇവരുടെ ഈ രീതിയിലുള്ള കാർണാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല. ഒരിടത്തും എബ്രായ ലേഖന കർത്താവ് പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെയുള്ള ആളാണെന്നുള്ളത് പറയുന്നില്ല. മാത്രമല്ല അവരുടെ നല്ല കാര്യങ്ങൾ അനേകയിടത്ത് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ തുടർന്ന് തന്നെ പറയുമ്പോൾ, ഈ വാക്യങ്ങൾ തുടർന്ന് വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എന്നാൽ പ്രിയമുള്ളവർ എന്നിട്ട് പറയാണ്, ദൈവം നിങ്ങളുടെ പ്രവൃത്തി, 6-ന്റെ 10, എബ്രായ ലേഖനം 6-ന്റെ 10, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്ന് പറയുമ്പോൾ കൊരിന്ത്യരെ പോലത്തെ ഒരു കാർണൽ ചർച്ചല്ല ഇത്. അവർക്ക് വിശുദ്ധന്മാരുടെ സ്നേഹമുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ അവർ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കുന്നവരാണ്. മറ്റു കൊരിന്ത്യരെ പോലുള്ള സമ്പത്ത് അപഹരിച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും കോട്ടയ്ക്ക് പോയി കേസ് കൊടുക്കുന്നവരല്ല. ഇങ്ങനെ ഒരു നല്ല ആൾക്കാർ, നല്ല ക്വാളിറ്റീസ് കുറെ ഉള്ള നല്ല ആൾക്കാരാണ് എബ്രായ സഭ, അല്ലേ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നല്ല അനേക ക്വാളിറ്റീസ് എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. പക്ഷേ അവരും ശിശുക്കളാണെന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. They were also babes. ഇവരുടെ അടുത്തും എനിക്ക് കട്ടിയായിട്ടുള്ള കട്ടിയായിട്ടുള്ള കാര്യങ്ങളിൽ സോളിഡ് ഫുഡ് തരാനായിട്ട് കഴിയുന്നില്ല എന്നാണ് പറഞ്ഞാൽ. എങ്ങനെയാണ് ഇത് നമ്മൾ വിശദീകരിക്കുന്നത്? എന്താണ് പ്രശ്നം? ഞാനതൊരു ഉദാഹരണത്തിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ഈ ഉദാഹരണങ്ങളെല്ലാം കൃത്യമാണെന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം. നമുക്ക് ഞാൻ പറയാം, ഇത് ഒരു എലമെന്ററി ലെസൺസ് ആണ് ഇവർക്ക് മനസ്സിലാകുന്ന കൂട്ടരാണെന്ന് ഇവിടെ പറഞ്ഞു. അന്നേരം ഒരു 2 എലമെന്ററി സ്കൂളുകൾ നമ്മൾ ചിന്തിക്കുക. ഒരു എലമെന്ററി സ്കൂൾ ഓഫ് കൊരിന്ത് നമ്മൾ ചിന്തിക്കുക. എലമെന്ററി സ്കൂളിൽ അതിൽ ഒരു 1-ാം ക്ലാസ്. ആ 1-ാം ക്ലാസ്സിനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എലമെന്ററി സ്കൂളിൽ അവർ ഒരു ഡിസിപ്ലിനും ഇല്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂട്ടുന്നു, വഴക്കുണ്ടാക്കുന്നു, എല്ലാ രീതിയിലും അനുസരണക്കേട് കാണിക്കുന്നു, പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇടുന്നതിന് ABCD ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് കഴിയാനായിട്ട് അറിയത്തില്ല, കണക്കറിയത്തില്ല, എല്ലാത്തിലും 10-ൽ 0 മാർക്ക്. അങ്ങനെ വളരെ മോശമായിട്ടൊരു എലമെന്ററി സ്കൂൾ നമ്മൾ ചിന്തിക്കുക. അതാണ് എലമെന്ററി സ്കൂൾ ഓഫ് കൊരിന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനത്തെ സഭകളിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത് പൗലോസിനെ പോലെ അത് കറക്റ്റ് ചെയ്യാൻ പോലും ഉള്ള നേതാക്കന്മാരില്ലെങ്കിൽ ആ എലമെന്ററി സ്കൂളിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടുക. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്കൂൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നിങ്ങൾ വേറൊരു സ്കൂളിനെ പറ്റി ചിന്തിക്കുക. എലമെന്ററി സ്കൂൾ ഓഫ് ഹീബ്രൂസ് എലമെന്ററി സ്കൂൾ. അവിടേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കാണുകയാണ് അവർ നല്ല സ്കൂളാണ്. അവിടുത്തെ കുട്ടികളെല്ലാം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ തമ്മിൽ അങ്ങനെ വലിയ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ABCD ഒക്കെ അവർക്ക് നന്നായിട്ട് പഠിക്കുന്നു. അവർക്ക് 10+10 എന്ന് പറഞ്ഞാൽ 20 എന്നറിയാം, അല്ലെങ്കിൽ 5x5 = 25 എന്നറിയാം. ഇങ്ങനത്തെ 2+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്നറിയാം. പറ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് പഠിക്കുന്നു. വളരെ നല്ല ക്ലാസ്, അല്ലേ? അന്നേരം അവിടുത്തെ ടീച്ചേഴ്സിന് അവരെ പറ്റി നല്ല അഭിമാനവുമുണ്ട്. വളരെ നല്ല കാര്യമാണ്. അവർക്ക് പറയാനായിട്ട് കഴിയുമോ, ഇതിലെ സ്കൂൾ എലമെന്ററി സ്കൂളിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഞങ്ങൾ എന്ന് അവർക്ക് പറയാനായിട്ട് സത്യമാണ്. അന്നേരം അങ്ങനത്തെ ഒരു ക്ലാസ്സിനെ പറ്റി അവിടുത്തെ പഠിപ്പിക്കുന്നവർക്ക് അഭിമാനം തോന്നുന്നതിൽ വളരെ നാച്ചുറലാണ് കാര്യം. അതിൽ യാതൊരു തെറ്റുമില്ല. ബൈബിൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എന്നാൽ എവിടെയാണ് പ്രശ്നം? അതാണ് എബ്രായ ലേഖന കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് ഒരു 5 വർഷം ഇല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ചെല്ലുന്നു എന്ന് വിചാരിക്കുക. ഇതേ ക്ലാസ്സിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതേ ക്ലാസ്സിൽ അതേ കുട്ടികൾ തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നു, ABCD കൃത്യമായിട്ട് പഠിക്കുന്നു, 10+10 എത്ര എന്ന് പറയുന്നു, 5x5 എത്ര എന്ന് പറയുന്നു, 2+2 എത്ര എന്ന് പറയുന്നു. എലമെന്ററി ക്ലാസ്സുകൾ തന്നെ പഠിച്ചുകൊണ്ടേ അവർ അവിടെ തന്നെ തുടരുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവത്തിന്റെ ഹൃദയത്തിലെ ഭാരം അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എബ്രായ ലേഖന കർത്താവുണ്ടായ അതേ ഭാരം നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഒരിക്കലും കൊരിന്ത്യ സഭയേക്കാൾ ഞങ്ങളുടെ സഭ ബെറ്ററാണ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാലം വെച്ച് നോക്കിയാൽ, അതുകൊണ്ടാണ് അവിടെ ആ പദത്തിന് ഏറ്റവും പ്രത്യേകത. കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ ദൈവത്തിന്റെ മിസ്റ്ററീസ് മറ്റുള്ളവരെ പഠിപ്പിച്ച് മറ്റുള്ളവരെ ബിൽഡ് ചെയ്യേണ്ട സമയമായിട്ടും യു ആർ സ്റ്റിൽ കണ്ടിന്യൂവിങ് ഇൻ ദിസ് എലമെന്ററി ക്ലാസ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് എലമെന്ററി കാര്യങ്ങൾ തന്നെ മനസ്സിലാവുന്നുള്ളൂ, എലമെന്ററി ക്ലാസ്സുകൾ തന്നെ പഠിപ്പിക്കാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, ഇന്ന് ഉള്ള പല നല്ല ഇൻവേർട്ടർ സഭകളുടെയും അടിസ്ഥാന പ്രശ്നം ഇതാണ്. പല സഭകളിലും പല സഭകളും
ഒരു എലമെന്ററി ഇല്ലെങ്കിൽ വേറെ ഇതിൽ കഴിഞ്ഞാൽ ബേബി സിറ്റിംഗ് സെന്റേഴ്സ് ആണ്. അവിടുത്തെ പാസ്റ്റേഴ്സ് കുപ്പിപ്പാലും കൊണ്ട് എല്ലാ ദിവസവും വരുന്നു. കുട്ടികൾ എപ്പോഴും കുപ്പിപ്പാല് തന്നെ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസികൾക്ക് സോളിഡ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പാസ്റ്റേഴ്സിന് എൽഡേഴ്സിന് സോളിഡ് ഫുഡ് കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ വർഷങ്ങൾക്ക് ശേഷവും അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപ്പെട്ടുള്ള പ്രശ്നം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇവർ പറയുന്ന എലമെന്ററി ലെസൺസ്, എന്താണ് ഇവർ പഠിപ്പിക്കുന്ന എലമെന്ററി ലെസൺസ്. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. എബ്രായലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ എലമെന്ററി ലെസൺസ് എന്താണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിർജ്ജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനമാണ് എലമെന്ററി ലെസൺസ് അല്ലെ. എന്നാൽ എന്തൊക്കെയാണ് അവിടെ പറയുന്നുണ്ട്? മാനസാന്തരം അവർ പ്രസംഗിക്കുന്ന സഭയാണ്. ഞങ്ങൾ മാനസാന്തരം പ്രസംഗിക്കാറുണ്ട്. യേശു ക്രിസ്തുവിന്റെ വിശ്വാസം അത് ഇതൊക്കെ കളയണമെന്നല്ല പറയുന്നിരിക്കുന്നത്. ഇത് അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് പണിയേണ്ടത്. പക്ഷെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്, സ്നാനത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, ജലസ്നാനത്തിനെ പറ്റിയും പരിശുദ്ധാത്മ സ്നാനത്തിനെ ഒക്കെ ഞങ്ങൾക്ക് നല്ലതായിട്ട് പഠിപ്പിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് അറിയാം. കൈവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാവരങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കുന്ന കൈവെപ്പിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മരിച്ചവരുടെ പുനരുത്ഥാനം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ വരവിനെ പറ്റിയും ശിക്ഷാവധിയെ പറ്റിയും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കൂടുതൽ എന്താണ് പഠിപ്പിക്കേണ്ടതെന്നാണ് പലരും ചോദിക്കുന്നത് അല്ലെ. ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു നല്ലൊരു സഭയിലെ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേറൊരു സഭ മെസ്സേജ് ഞാൻ ഇതൊന്ന് ടച്ച് ചെയ്ത് പോയിരുന്നു. അന്നേരം അത് കേട്ടിട്ട് അദ്ദേഹം ചോദിച്ചു, ബ്രദർ പറയുന്നത് ഈ കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് എന്താണ് ബൈബിൾ പഠിപ്പിക്കാനായിട്ടുള്ളത്? ഇത് തന്നെയല്ലേ ഞങ്ങളുടെ സഭയിൽ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് തന്നെയല്ലേ ഞങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പോലും പറ്റത്തില്ല. അതാണ് എബ്രായലേഖനം നേരത്തെ പറയുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള കപ്പാസിറ്റി നിങ്ങൾക്കായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നില്ല. ഇങ്ങനെയാണ് പല നല്ല സഭകളും എന്നുള്ളതാണ് സത്യം. അടിസ്ഥാനപരമായിട്ട് ഇതാണ് പ്രശ്നം. ഞാൻ എൻ്റെ ഒരു ചോദ്യം, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ സമയമുള്ള പോലെ ഞാൻ കൂടുതൽ വിശദീകരിക്കും. എൻ്റെ ചോദ്യം നിങ്ങൾ അങ്ങനെയുള്ള ഒരു സഭയിലാണ്. എഗെയിൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യൻ സഭയിലെ പോലൊരു സഭയല്ല. അടിയും ബഹളവും വിഷക്കും കോർട്ട് കേസും ഭിന്നതയും ഒക്കെ ഉള്ളൊരു സഭയുടെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു സഭയിലാണ് നിങ്ങളെങ്കിൽ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സഭയിലെ ഒരു എൽഡറാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സഭയിലെ ഒരു വിശ്വാസിയാണ് എങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ള സഭയെപ്പറ്റി നിങ്ങൾക്ക് ഒരു സംതൃപ്തിയാണോ ഉണ്ടാകുന്നത്, അതോ എബ്രായ ലേഖന കർത്താവിന് ഉണ്ടായതുപോലെ ഒരു എ കൈൻഡ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാകുന്നത്? ഇതിന്റെ ആൻസർ എന്ത് തെളിയിക്കുമെന്നറിയാമോ? നിങ്ങൾക്ക് പൗലോസിനെയും എബ്രായ ലേഖന കർത്താവിനെയും അപ്പോസ്തലന്മാരെയും പോലെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആ കാര്യത്തെപ്പറ്റി വിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു ആൻസർ തെളിയിക്കും. ഞാൻ പറഞ്ഞിട്ട് പല സഭകളിലും അടിസ്ഥാനപരമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു വിഷൻ അതിലെ നയിക്കുന്ന ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു നമുക്കില്ലാത്തൊരു സഭയുടെ എൽഡറിനില്ലാത്ത ഒരു വിഷനിലേക്ക് ഒരിക്കലും ചർച്ചിനെ കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. ചർച്ചിനെ അതിൻ്റെ അപ്പുറത്തേക്ക്, ഞാൻ പറഞ്ഞിരിക്കുന്നത് ദൈവം പഠിപ്പിക്കുന്ന ദൈവ പരിജ്ഞാനത്തിന്റെ കാര്യമാണ്, അല്ലാതെ പ്രാക്ടിക്കൽ ജീവിതത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത് പലയിടത്തും ഈ എലമെന്ററി ക്ലാസിന്റെ അപ്പുറത്തേക്ക് പഠിപ്പിക്കാനായിട്ട് അതിന്റെ നേതാക്കൾക്ക് കഴിയുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് വിശ്വാസികൾക്ക് കഴിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഈ ആൾക്കാർ എപ്പോഴും ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ ഹാപ്പി ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ടുള്ളൊരു ഹാപ്പിനെസ് ആണ്. അവർ സന്തോഷമായിട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ദൈവസഭ എന്നുള്ളത്, ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിനെ ഞാൻ ഒരിക്കലും ഡിസ്പേസ് ചെയ്ത് കാണുകയാണ് നിങ്ങൾ ചിന്തിക്കരുത്. അതൊരു നല്ല കാര്യമാണ് ഒരു പരിധി വരെ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവിടെ നിൽക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് വളർച്ചയുണ്ട് എന്ന് ആ ചർച്ചിനെ നയിക്കുന്നവർക്കും ആ ചർച്ചിൽ ഉള്ളവർക്കും ഒരിക്കലും തോന്നുന്നില്ലെങ്കിൽ ദേ വിൽ ബി ഹാപ്പി. അവർ വളരെ സന്തോഷമായിട്ട് തന്നെ അങ്ങനെ മുമ്പോട്ട് പൊക്കൊണ്ടേയിരിക്കും. അവർ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, ഞങ്ങൾ ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഞങ്ങളത് തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് രീതിയിൽ തന്നെ ഇവർ മുമ്പോട്ട് പൊക്കൊണ്ടേയിരിക്കും. അതേസമയം ആ സഭയിലെ നയിക്കുന്ന ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ പൗലോസിനെയും എബ്രായ ലേഖന കർത്താവിനെയും പത്രോസിനെയും ഒക്കെ പോലെ ആ ഒരു ഹൃദയഭാരം ഉണ്ട് എങ്കിൽ ആ വ്യക്തി ഒരിക്കലും ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ആ വ്യക്തി ആ സഭയെ എപ്പോഴും ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളർത്താനായിട്ട്
ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതായിരിക്കും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഞാനത് മുമ്പോട്ട് വിശദീകരിക്കാം. എന്നാലും ഞാൻ സപ്പോസ് വേറൊരു സിനാരിയോ പറയാം. ഈ സഭ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക്, ഇല്ലെങ്കിൽ ചില വിശ്വാസികൾക്ക് ദൈവത്തിന്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ, ഇപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാം, അല്ലെ? അന്നേരം ആ സഭയിലുള്ള ചില ആൾക്കാർക്ക് ദൈവത്തിന്റെ ഈ ഹൃദയത്തിലെ ആ ഒരു കാര്യത്തെ പറ്റി ബോധ്യം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഹി വിൽ ബി ഡിസാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ് ചർച്ച്. ആ സഭയിൽ, ആ കൂട്ടത്തിൽ ആ വ്യക്തി ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതായത് കാരണം എന്താണെന്നുള്ളതാണ് വിഷയം. അതായത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, പല സഭകളിലും പല വ്യക്തികൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നതിന്റെ ഏക കാരണം അവർ പിന്മാറ്റക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇല്ലെങ്കിൽ അവർ ജഡീകരായതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അതാവാനായിട്ടുള്ള വലിയൊരു സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പലപ്പോഴും പല സഭകളിലും പലരും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നതിന്റെ കാര്യം അവരുടെ കാർണാലിറ്റിയാണ്. അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന നേതൃത്വത്തിന് കീഴടങ്ങാൻ കഴിയാത്ത അവരുടെ റിബലിയസ് നേച്ചർ ഒക്കെ ഇതിന്റെ കാരണമുണ്ട്. പക്ഷെ ചിലപ്പോൾ ചിലർക്ക് അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ കാരണം ഒരു സ്പിരിച്വൽ കാര്യമായിരിക്കും, അവർക്ക് കിട്ടിയൊരു കാഴ്ചപ്പാടായിരിക്കും. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളത് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ 2 ടൈപ്പ് സഭകളിലും ഞാനായിട്ടുണ്ട്. ഞാൻ കൊരിന്ത്യയിലെ പോലത്തെ സഭകളിലായിട്ടുണ്ട്, അവിടെ ഞാൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും എബ്രായ സഭയിലെ പോലത്തെ സഭയിൽ ഞാനായിട്ടുണ്ട്. നല്ല സഭയാണ്, വളരെ ഒരു കുഴപ്പമില്ല, ആൾക്കാരെല്ലാം നല്ല സ്നേഹമുള്ളവരാണ്, നമ്മളുടെ നല്ല സ്നേഹമുള്ളവരാണ്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, കൂടുതൽ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ഈവൻ നമ്മുടെ കൂടുതലുള്ള ആൾക്കാർക്ക് പോലും നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഇത് നമ്മൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം, ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഇത് എന്റെ പ്രശ്നമാണോ? എനിക്ക് മാത്രമേ ഈ ബുദ്ധിമുട്ടുള്ളൂ? ഇത് ബാക്കി ആർക്കും ഇല്ലാത്തപ്പോൾ ഇത് എന്റെ പ്രശ്നമാണോ എന്ന് കാണിച്ചു തരണമെന്ന് കർത്താവ് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കർത്താവ് എൻ്റെ അടുത്ത് കാണിച്ചു തന്നൊരു കാര്യം പറഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എന്റെ പ്രശ്നം അല്ല, ഇത് ദൈവത്തിന്റെ ഹൃദയം അന്വേഷിക്കുന്ന ഞാനൊരു വലിയ ആത്മീയനാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, ഞാനൊരു കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഇത് എങ്ങനെയാണ് ദൈവം എനിക്ക് മനസ്സിലാക്കിയത്? ദൈവം ഒരു കാര്യം മനസ്സിലാക്കി തന്നു. ദൈവം ഇതേപോലെ ഹൃദയത്തിൽ ഭാരമുള്ള ചില ആൾക്കാരുമായിട്ട് ദൈവം എന്നെ കൂട്ടിമുട്ടിക്കാനായിട്ട് ഇടയായിരുന്നു. ലോകത്തിന്റെ പല സ്ഥലങ്ങളിലുള്ള പല ഭാഷകളിലുള്ള നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ, ഇതേ ഹൃദയഭാരമുള്ളവരെ ദൈവം കൂട്ടിച്ചേർത്തു. പഴയ നിയമത്തിൽ ഒരു വാക്യമാണ്, സെഫന്യാവിന്റെ പറയുന്നതിൽ ഒരു വാക്യമുണ്ട്, ഇങ്ങനെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ഇങ്ങനത്തെ അങ്ങനെ ഹൃദയഭാരമുള്ളവരെ ദൈവം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറയാനുള്ള ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ ആവാനായിട്ടുള്ള സാധ്യത. അതാണ് എബ്രായ ലേഖന കർത്താവിനുള്ള പ്രശ്നം. അവിടുത്തെ ആ സഭയെ നയിക്കുന്ന ആൾക്കാണ് അതുള്ളത്. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ആ നയിക്കുന്ന ആൾക്കാർക്ക് അത് നഷ്ടപ്പെടുകയും വിശ്വാസികൾക്ക് അത് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് അവിടെ ഒരു അൺഫിറ്റ് ആയിട്ട് തോന്നുന്നത്. അങ്ങനെ ഹൃദയത്തിലെ ഒരു ഭാരം അവർക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നു. പക്ഷെ ദൈവം അങ്ങനെയുള്ളവരെ മുമ്പോട്ട് നയിക്കുകയും ദൈവം അവർക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അന്നേരം ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മൾ ആർ വി സാറ്റിസ്ഫൈഡ് ആർ ഡിസാറ്റിസ്ഫൈഡ്? വൈ വി ആർ ഡിസാറ്റിസ്ഫൈഡ്? നമ്മളുടെ കാർണാലിറ്റി ആണോ നമ്മുടെ ഡിസാറ്റിസ്ഫാക്ഷന് കാരണം, അതോ നമ്മളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള നമുക്ക് കിട്ടിയ ബോധ്യങ്ങളാണ്? സ്പിരിച്വൽ ആയിട്ട് ബോധ്യങ്ങളാണെങ്കിൽ ദൈവം നിങ്ങളെ മുമ്പോട്ട് ആ കാര്യങ്ങളിലേക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് മുമ്പോട്ട് കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് പറഞ്ഞത്. എന്നാലും ഞാൻ മുമ്പോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ വ്യക്തികൾ എപ്പോഴും, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആ ഒരു ഭാരം ഉള്ളിൽ വഹിക്കുന്ന വ്യക്തികൾ എപ്പോഴും ദൈവസഭയെ ആ ഒരു ലെവലിലേക്ക് വളർത്താനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം, ആ ഒരു ഫുൾ പിക്ചർ അവരുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, they were never be satisfied with the elementary classes. അടിസ്ഥാനങ്ങളിൽ അവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. അവരുടെ സഭ കൊരിന്ത്യ സഭയേക്കാൾ ബെറ്റർ ആണെന്നുള്ളതിൽ അവർ ഒരിക്കലും സംതൃപ്തരായിരിക്കത്തില്ല. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എപ്പോഴും, കർത്താവേ, നിന്റെ ഹൃദയത്തിലെ ആ ഭാരം, നിന്റെ ഹൃദയത്തിലെ ആ പിക്ചറിലേക്ക് എനിക്കും ഞാനായിരിക്കുന്ന സഭയ്ക്കും വളരാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഇതിലേക്കായിരിക്കും അവരെ ദൈവം ബിൽഡ് ചെയ്യും. നമ്മൾ ഇത് ഞാൻ പറയുന്നത് ഒരു എല്ലാ അപ്പോസ്തലന്മാർക്കും ഉണ്ടായിരുന്ന ഹൃദയഭാരമാണ്. ഒരു ഒറ്റ വ്യക്തിക്കുണ്ടായ, എബ്രായ ലേഖനകർത്താവിനോ പൗലോസിനോ മാത്രം ഉണ്ടായിരുന്നല്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ്. അതാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിലേക്കും പത്രോസും പറയുന്നതാണ്. യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന ഹൃദയഭാരം ഇതാണ്. അന്നേരം പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടാണെങ്കിലും വരാം. പത്രോസ് ലേഖനം എഴുതുമ്പോൾ, പത്രോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് അതിന്റെ 18ാമത്തെ വാക്യം മുതൽ പത്രോസ് ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. പിന്നെ പത്രോസ് വിശദീകരിക്കുമ്പോൾ വീണ്ടും പത്രോസ് എലമെന്ററിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് മനസ്സിലാക്കണം. ആദ്യം വീണ്ടെടുപ്പിനെ പറ്റി പറയുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, നിർദോഷവും നിഷ്കളങ്കമായ രക്തത്താൽ നിങ്ങളെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയാണ്, ദൈവത്തിന്റെ ഇംപെരിഷബിൾ ലൈഫിനായിട്ട് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. അന്നേരം വീണ്ടും ജനിച്ച ദൈവസഭയ്ക്ക് എഴുതുന്നതാണ്.
എന്നിട്ട് പത്രോസ് മുമ്പോട്ട് പറയുകയാണ്, എന്നാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാനായിട്ട് പറയും. അന്നേരം ആദ്യം വീണ്ടെടുക്കപ്പെട്ടു, വീണ്ടും ജനിച്ചു, എലമെന്ററി ലെസൺസ് ഇവർ പഠിക്കുന്നു, വചനം പഠിച്ചവർ വളരുകയാണ്. വളരുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇവരുടെ ഹൃദയത്തിലുള്ള പിക്ചർ എന്താണ്? പത്രോസിന്റെയും പൗലോസിന്റെയും എബ്രായ ലേഖന കർത്താവിന്റെ ഹൃദയത്തിലുള്ള പിക്ചർ അവിടെ പറയാണ്, മനുഷ്യർക്കല്ലേതെങ്കിലും ദൈവസന്നിധിയിലെ ശ്രേഷ്ഠവും മാന്യമായ ജീവന്റെ കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയ ഗൃഹമായി വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇതാണ് എബ്രായ ലേഖന കർത്താവിന്റെ ഹൃദയത്തിലെ ഭാരം. എബ്രായ ലേഖനത്തിൽ പറയാണ്, നിങ്ങൾ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. നിങ്ങൾ ഒരു ശരീരമായിട്ട് ബിൽഡ് ചെയ്ത് മുകളിലേക്ക് പോകേണ്ടവരാണ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും യു ആർ സ്റ്റിൽ ഇൻ ദിസ് കണ്ടീഷൻ. ഇതിനെ നയിക്കുന്ന വ്യക്തിക്ക് ആ ഒരു ബോരം ഉള്ളത് കൊണ്ട് പറയാണ്, നിങ്ങൾ മുമ്പോട്ട് വളരേണ്ടതാണ്. നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. അതിലേക്കാണ് നിങ്ങൾ വളരേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താണ് നിങ്ങളുടെ അടുത്ത് എനിക്കത് കൃത്യമായ വാക്കുകൾ കൂടി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ എന്നറിയത്തില്ലെന്ന് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു യഥാർത്ഥത്തിലുള്ള ഭാരമുണ്ട്. അത് ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് ആ ഭാരം അവരുടെ ഉള്ളിൽ കാണും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ മനസ്സിലുള്ളത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത്, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്ത ദൈവത്തിന്റെ ഹൃദയത്തിലെ ഭാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തുന്നു. ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കാണുന്നത്. എല്ലാ സമയത്തും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹൃദയഭാരമുള്ളവർക്ക് ദൈവത്തിന്റെ പ്ലാനുകൾ വെളിപ്പെടുത്തി കൊടുക്കും. നമ്മൾ പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഹൃദയം ഏറ്റവും അറിഞ്ഞ മനുഷ്യൻ, ഏറ്റവും വിശുദ്ധനായിട്ടുള്ള മനുഷ്യനല്ല. പഴയ നിയമത്തിലെ അനേക വിശുദ്ധന്മാരുണ്ട്, വിശ്വാസവീരന്മാരുണ്ട്. ഇവരുടെ എങ്ങും കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ വരാൻ കഴിയാത്ത, എന്നാൽ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കിയ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ പറ്റി മാത്രമേ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ ദൈവം സർട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. ആ വ്യക്തി ഞാൻ പറഞ്ഞ പോലെ പഴയ നിയമത്തിലെ ഏറ്റവും വിശുദ്ധനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരിലും ഏറ്റവും പാപം ചെയ്ത വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയാനുള്ള കാര്യം? അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ഒരു ഭാരം അദ്ദേഹം കൺവേ ചെയ്യുന്നത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, 132 സങ്കീർത്തനത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. 132 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം, ദാവീദിന്റെ ഒരു ഹൃദയത്തിന്റെ ഭാരം ദൈവത്തിന്റെ സന്നിധിയിൽ പകരുകയാണ്. അവിടെ പറയാണ്, ഞാൻ യഹോവയ്ക്കൊരു സ്ഥാനം, 132:3, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തുന്നു വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല, ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല, ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്തിനെ പറ്റിയാണ് ദാവീദ് പറയുന്നത്? ദാവീദ് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ട്. അതെന്താണ്? പഴയ നിയമത്തിൽ ആ ദൈവത്തിന്റെ മന്ദിരമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മന്ദിരമായിട്ടുള്ള ദൈവസഭയാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആ ഭാരം അതേപോലെ ഏറ്റെടുത്ത ഒരു വ്യക്തി ദാവീദായിരുന്നു. ബാക്കി ആർക്കും അങ്ങനത്തെ ഒരു ഭാരം ഉണ്ടായിട്ടില്ല. ഇവൻ മോശയ്ക്ക് പോലും ദൈവം അങ്ങോട്ടാണ് പറയുന്നത്, മോശ എടുത്ത് ദേവാലയം പണിയുന്നതിന്റെ ഡീറ്റെയിൽസ് മോശ അതുപോലെ ചെയ്തു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ദാവീദ് ആ പെട്ടകം കൂടാരത്തിനകത്താണ് കിടക്കുന്നത്. അവിടെ കിടന്നോട്ടെ, ദൈവത്തിന്റെ പട്ടകം ഏതായാലും തിരിച്ചു കൊണ്ടുവന്നോട്ടെ എന്ന് ചിന്തിച്ചില്ല. ശൗലിന് ഒരിക്കൽ പോലും അതിനെപ്പറ്റിയുള്ള ചിന്ത ഉണ്ടായില്ല. എന്നാൽ ദാവീദിന്റെ ഹൃദയത്തിൽ ഇതൊരു ഭാരമായിട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ ഉറക്കം അത് നഷ്ടപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉറക്കം ദൈവസഭ എന്നുള്ള യഥാർത്ഥത്തിൽ ദൈവസഭയുടെ അടിസ്ഥാനങ്ങളിൽ പണിയുന്നതിനെ പറ്റിയല്ല, ദൈവസഭ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ബിൽഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിൽ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ ഹൃദയം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ദൈവത്തിന്റെ ഹൃദയഭാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എന്നുള്ളതാണ് അർത്ഥം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല. വീണ്ടും ഞാൻ പറയട്ടെ, ഇത് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ദൈവം തന്റെ രഹസ്യങ്ങളെ തന്നെ ഭയപ്പെടുന്നവർക്ക് വെളിപ്പെടുത്തുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. കുരുതിലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞത് ഈ ഒരു ഹൃദയഭാരമായിരുന്നു ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം തന്റെ ഹൃദയത്തിലുള്ള പ്ലാൻ വളരെ വ്യക്തമായിട്ട് ദാവീദിന് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് ദൈവത്തിന്റെ ബിൽഡിംഗ് പണിയേണ്ടത്. ദാവീദാണ്, ശലോമോനാണ് വേൾഡ്ലി വിശ്വത്തിൽ ഏറ്റവും വലിയ വ്യക്തി. ദാവീദിനാണ് പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തിലെ പ്ലാൻ കൊടുത്തത്. ശലോമോൻ പണിക്കാരൻ മാത്രമായിരുന്നു. ശലോമോൻ കൃത്യമായിട്ട് അത് പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേൾഡ്ലി വിശ്വം കൊണ്ടല്ല ദൈവത്തിന്റെ സഭ പണിയുന്നത്.
ദൈവത്തിന്റെ മന്ദിരം പണിയുന്നത് ദൈവത്തിന്റെ ഡിവൈൻ വിസ്ഡമാണ്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം അത് ഞങ്ങൾ മർമ്മമായിട്ട് പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം ഈ വിസ്ഡം ദൈവം കൊടുത്തത് ദാവീദിനാണ്. ദാവീദിന് എന്താണ്? ദാവീദിന് ഹൃദയപ്രകാരം ദൈവത്തിന്റെ സഭ പണിയണം എന്നുള്ള ആഗ്രഹം. ദാവീദ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ദാവീദാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മന്ദിരം അതിന്റെ കൃത്യതയോടുകൂടി ഏറ്റവും വ്യക്തമായിട്ട് പണിതു. ദൈവം അതിൽ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്തു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ മനുഷ്യന് കിട്ടി. ഞാൻ വേറെന്ത് കാരണമാണ് ദാവീദിന് ഹൃദയപ്രകാരമുള്ള ദൈവത്തിന്റെ മനുഷ്യൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടുള്ള കാരണം? ഒറ്റ കാരണവുമില്ല. ഈ ഒരു ഒറ്റ കാരണമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ഭാരം അതേപോലെ ഏറ്റെടുക്കാനായിട്ട് അദ്ദേഹത്തിന്. ഞാൻ പറയട്ടെ, ഇന്ന് ഇതാണ് ദൈവത്തിന്റെ സഭയെ ലീഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാകേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ പലയിടത്തും മിസ്സായിരിക്കുന്നത്. ഈ മന്ദിരം പൊളിക്കപ്പെടുന്നു. ഈ മന്ദിരം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ മക്കൾ ബാബിലോൺ പ്രവാസത്തിലേക്ക് വരുന്നു. ദൈവം ബാബിലോണിൽ നിന്ന് ഇവരെ വിളിച്ചു വരുത്തുന്നത് വീണ്ടും ഈ ദൈവത്തിന്റെ മന്ദിരം പണിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്റെ വിശദീകരണമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ദൈവം സെരുബാബേലിന്റെയും ജോഷുവയുടെയും കാലത്താണ് ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. സെരുബാബേലിനെ കൊണ്ട് ദൈവം ഈ കാര്യം പണിയുമ്പോൾ ദൈവം പറയുന്നൊരു വാക്യമുണ്ട്. അതിന്റെ സഖരിയാവിന്റെ പുസ്തകം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, സെരുബാബേലിനെ പറ്റി പറയുമ്പോൾ പറയുന്നത്, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് ഞാൻ എന്നെ നിന്നെ അയച്ചിരിക്കുന്നു, നീ അറിയും. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു, സർവ്വഭൂമിയിലും ഉടാടിച്ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ മന്ദിരത്തിന്റെ ആണിക്കല്ല് കൃപ എന്നുള്ള ആർപ്പോട് കൂടി സെരുബാബേൽ തന്നെ പണിയെന്ന് പറയണം. ഞാനെന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്തിനാണ് സന്തോഷിക്കുന്നത്? ദൈവം സന്തോഷിക്കുന്നത് ഒരിക്കലും അടിസ്ഥാനമിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ല. അടിസ്ഥാനമിട്ടിരിക്കുന്നത് ദൈവം തുച്ഛീകരിക്കുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആര് തുച്ഛീകരിക്കുന്നു? ദൈവം ഒരിക്കലും അതിനെ തുച്ഛീകരിക്കുന്നില്ല. ദൈവം ഒരിക്കലും ഒരു എലമെന്ററി ലെസൺ ഒരു ക്ലാസ്സിനെ തുച്ഛീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞെന്ന് ചിന്തിക്കരുത്. പക്ഷെ ദൈവം അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നെവർ. ദൈവത്തിന്റെ യഥാർത്ഥ ഹൃദയത്തെ ഭാരമുള്ളവരും അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. കുറെ പിള്ളേർ വരുന്നു, കുറെ പിള്ളേർ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്, കുറെ ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് പലരുടെയും സന്തോഷം. കുറെ ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു. ഇതെല്ലാം ദൈവം സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. ദൈവം പറയാണ്, ഞാൻ സന്തോഷിക്കുന്നത് എന്ത് കാണുമ്പോഴാണ്? ഇതിന്റെ വളർച്ചയും അതിനെ തൂക്കുകട്ട പിടിച്ചിട്ട് അതിന്റെ കറക്റ്റ്നെസ് ഒരാൾ അളക്കാനായിട്ട് നിൽക്കുമ്പോൾ, ആ തൂക്കുകട്ട കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. അതിന്റെ അൾട്ടിമേറ്റ്ലി അതിൽ ആണിക്കല്ല് കയറുമ്പോഴാണ് ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള സന്തോഷം ഉണ്ടാകുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇതെപ്പോഴും ഉണ്ടാകും. ഇത് നമ്മൾ എസ്രായുടെ പുസ്തകം, ഞാനിതും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, എസ്രായുടെ പുസ്തകത്തിൽ ഈ സെരുബാബേലിന്റെ ആലയം അതിന്റെ അടിസ്ഥാന കല്ലിടുന്ന കാര്യം പറയുന്നുണ്ട്. എസ്രായുടെ പുസ്തകം 3-10-12 വാക്യങ്ങൾ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എടുത്തു പെട്ടെന്ന് ഞാൻ വായിക്കുന്നില്ല, സമയക്കുറവുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. എസ്രായുടെ പുസ്തകം 3-10-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അവിടെ ഈ ആലയത്തിന്റെ അടിസ്ഥാനം വിട്ടപ്പോൾ ചില ആൾക്കാർക്ക് വളരെ സന്തോഷമുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദാവീദിന്റെ ആലയം കണ്ടിട്ടുള്ള പ്രായമായ വ്യക്തികൾ അത് കണ്ടപ്പോൾ കരഞ്ഞു എന്നാണ് പറയുന്നത്. ദേ വർ നോട്ട് ഹാപ്പി. അവരിതിനെ തുച്ഛീകരിക്കല്ല ചെയ്തത്. അവർക്ക് അടിസ്ഥാനപ്പെട്ടതിൽ സന്തോഷമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദാവീദിന് ഉണ്ടായിരുന്ന ഹൃദയപ്രകാരം ആ ആലയത്തിന്റെ പൂർത്തീകരണം, ആ ഒരു പിക്ചർ കിട്ടിയ വ്യക്തികൾക്ക് ഒരിക്കലും അതിൽ സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ തിരിച്ചു വരട്ടെ. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഹൃദയത്തിലെ ബർഡൻ ദൈവത്തിന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം നോക്കുകയാണ് ആൾക്കാർ ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളൊരു സഭ പണിയാനായിട്ട് ഹൃദയത്തിൽ ആഗ്രഹമുള്ള വ്യക്തികൾ, അവരടുത്ത് മാത്രമേ ദൈവത്തിന് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അവരടുത്ത് മാത്രമേ യഥാർത്ഥത്തിലുള്ള ഈ കാര്യം മനസ്സിലായവർക്ക് ഇത് പഠിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ഇതാണ് എബ്രായ ലേഖന കർത്താവിന്റെ പ്രശ്നം. എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, സീ ദിസ് ഫൗണ്ടേഷൻ ഇസ് നോട്ട് ഇൻ. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നിടത്തോളം നിങ്ങൾക്കെടുത്ത് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ, നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് പോലും കഴിയുന്നില്ല. നിങ്ങൾ ചോദിക്കുന്നത് ഇതിന്റെ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്നവർക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ ഹൃദയപ്രകാരം ദൈവത്തിന്റെ ആ ഒരു ഹൃദയം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ആ ഒരു പിക്ചർ ദൈവം നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഹൃദയഭാരം നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങളെപ്പോഴും അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളൊരു ദൈവസഭ പണിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. ദൈവസഭയിൽ ദൈവം പലരെയും അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഞാൻ ആ വാക്കും കൂടി വായിച്ചെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എഫേസ്യ സഭയെടുത്താണ്
അറ്റ്ലീസ്റ്റ് പൗലോസിന് ഈ കാര്യം കുറച്ചെങ്കിലും വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിഞ്ഞു. എഫേസ്യ സഭയിൽ പൗലോസ് എഫേസ്യ സഭയിലെ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ദൈവം എന്തിനാണ് ദൈവസഭയിൽ ചില അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നത്, എന്താണ് ആത്യന്തികമായിട്ട് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് പറയാണ്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ സഭയ്ക്ക് ചില ഗിഫ്റ്റുകൾ തന്നിരിക്കുന്നു. വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികൾക്ക് കൊടുക്കുന്ന ആത്മീയവരങ്ങൾ കൊരിന്ത്യർ ലേഖനം 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് എന്താണ്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ദൈവം ചിലരെ ദൈവസഭയിൽ അപ്പോയിന്റ് ചെയ്യണം. ഇവർക്ക് എല്ലാം ഈ അപ്പോയിന്റ്മെന്റുകൾ ഉള്ളവർക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒരു പിക്ചർ ഉണ്ട്. ഞാൻ പറയട്ടെ, ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് ദൈവം ചിലപ്പോൾ ഒരു വലിയ കെട്ടിടം പണിയാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആൾക്കാർ, അതിൽ എഞ്ചിനീയർ കാണും, അതിൽ ആർക്കിടെക്റ്റ് കാണും, ഇല്ലെങ്കിൽ അതിൽ വേറെ മെയിൻ ആൾക്കാർ, അതിൻ്റെ ഡിസൈനർ കാണും, ഇങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള കുറേ ആൾക്കാർ കാണും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവർക്ക് എല്ലാവർക്കും തന്നെ ആ ബിൽഡിങ്ങിനെ പറ്റി ഒരു മൊത്തത്തിലുള്ള പിക്ചർ അവരുടെ ഉള്ളിൽ കാണും, അല്ലെ? പലർക്കും പല രീതിയിലാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും, ഈ ഡിസൈനർക്കും അൾട്ടിമേറ്റ്ലി ഈ പിക്ചർ, ഈ ബിൽഡിംഗ് എന്താണ് പണി തീർന്നുള്ള ഒരു പിക്ചർ കാണും. ഡിസൈനർക്ക് കാണും, അതിന്റെ ആർക്കിടെക്റ്റിന് കാണും, അതിന്റെ മെയിൻ എഞ്ചിനീയർ കാണും. ഇവർക്കെല്ലാം ഈ ഒരു അതേപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം സഭയിൽ ഇങ്ങനെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ഇത് അപ്പോയിന്റ് ചെയ്യുന്നത്? ഇത് ആർക്കാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലെ ഒരു മേശരിക്ക്, ഇല്ലെങ്കിൽ അവിടെ ഒരു കല്ലെടുത്ത് വെക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും യാതൊരു ബോധ്യം കാണത്തില്ല. അയാളുടെ ഒരു കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കല്ലെടുത്ത് വെക്കാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കും. ഇതേപോലെയാണ് ചില ആൾക്കാരുടെ കാര്യം. നമുക്ക് ചില കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുതാം, നമ്മൾ പറയുന്നത് പോലെ അവർ വേണേൽ ചെയ്യും, അല്ലെ? ഒരു ആർക്കിടെക്ട് പറയാണ്, അവിടുത്തെ ഒരു കല്ലെടുത്ത് വെക്കുന്ന ഒരു പണിക്കാരനോട് പറയാണ് ആ കല്ലെടുത്ത് അങ്ങോട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് ചെയ്യുന്നത്? അയാൾക്കറിയുന്ന ആ കല്ലെടുത്ത് അങ്ങോട്ട് വെക്കുക, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ആർക്കിടെക്റ്റിന് അറിയാം ഈ കല്ല് അവിടെ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ സഭ പണിയാന്നുള്ളത്. അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. പത്രോസിന്റെ മനസ്സിൽ ആ അൾട്ടിമേറ്റ് പിക്ചർ ഉണ്ടായിരുന്നു. എബ്രായ ലേഖന കർത്താവിന് മനസ്സിലുണ്ടായിരുന്നു, പൗലോസിന് മനസ്സിലുണ്ടായിരുന്നു. എന്താണ് ആ അൾട്ടിമേറ്റ് പിക്ചർ? അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ നിയമിച്ചിരിക്കുന്നത്. മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയും തികഞ്ഞ പൗരുഷത്വം. ഇതേ പരിജ്ഞാന പൂർത്തിയാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. ഇതേ പരിജ്ഞാനത്തെ പറ്റിയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ പരിജ്ഞാനത്തിൽ വളരണമെന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. കൃപയിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരും. ഇതിൽ ബുദ്ധിയിൽ പരിജ്ഞാനത്തിൽ ഒരു വ്യക്തി വളർന്ന് ഈ രീതി ആര് വളരണമെന്നാണ്? ദൈവസഭയിലുള്ള എല്ലാവരെയും വളർത്താൻ എങ്ങനെയാണ് കഴിയുന്നത്? വളർത്താൻ കഴിയണമെങ്കിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അതിന്റെ ലീഡേഴ്സിന് ഈ പിക്ചർ ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇവരെ വളർത്താനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ലീഡറിന് ഇല്ലാത്തൊരു കാഴ്ചപ്പാട് ഒരിക്കലും ഒരു ബാക്കിയുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അന്നേരം ദൈവം തന്റെ ഹൃദയത്തിലെ ഭാരം അപ്പോസ്തലന്മാർക്ക്, പ്രവാചകന്മാർക്ക്, സുവിശേഷകന്മാർക്ക്, ഇടയന്മാർക്ക്, ഉപദേഷ്ടാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ഹൃദയപ്രകാരം പണിയണം. ഞാൻ പറയുന്നത്, ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികഞ്ഞ പുരുഷയും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം ഈ പണി നടക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇംഗ്ലീഷ് പറയുന്നത്, ഫോർ എക്വിപ്പിംഗ് ദ സെയിൻസ് ഫോർ ദ വർക്ക് ഓഫ് ദ സെർവന്റ് ഫോർ ദ ബിൽഡിംഗ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് until we all attain the unity of faith and the knowledge of the Son of God to a mature man. ഒരു മെച്യൂരിറ്റിയിലേക്ക് വിശ്വാസികളെ എല്ലാവരെയും വളർത്താൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഉദ്ദേശം. വിശ്വാസികളെ മെച്യൂർ അല്ല, ലീഡ് ചെയ്യുന്നവരും മെച്യൂർ അല്ല. ലീഡ് ചെയ്യുന്നവർക്ക് പാല് കൊടുക്കാൻ കഴിയുന്നുള്ളൂ, വിശ്വാസികൾക്ക് പാല് കുടിക്കാൻ കഴിയുന്നുള്ളെങ്കിൽ എവിടെയാണ് ഇത് വളർച്ച നടക്കുന്നത്? എന്നിട്ട് ഇത് പറയാണ്, ഇവരെ ഒരു മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെയും ഇടയന്മാരുടെയും സുവിശേഷകന്മാരുടെയും എല്ലാവരുടെയും ആകാം. അവർ അതിലേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നതാണ്? അങ്ങനെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ ഇനി മനുഷ്യരുടെ ചതിയിലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരാനുണ്ട്. ഇത് മുമ്പോട്ട് പല കാര്യങ്ങളും വിശദീകരിക്കും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ബിൽഡ് ചെയ്യപ്പെടുന്ന ഒരു സഭയിൽ, അങ്ങനെ മെച്യൂർ ആയിട്ടുള്ള വിശ്വാസികളുടെ ഇടയിൽ, അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറയണം, അങ്ങനെയുള്ളവരുടെ അടുത്ത്, അങ്ങനെ മെച്യൂർഡ് ആൾക്കാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിലെ കാര്യം പറഞ്ഞു തരാനായിട്ട് കഴിയും. ഞങ്ങൾക്ക് ആ ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അനേക നല്ല സഭകളുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദൈവ ഇമ്മച്ചുവർ എന്ന് പറയുമ്പോൾ ജഡീകരാണെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ല. കൊരിന്ത്യർ സഭയെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം അത് എൻ്റെ വിഷയമേ അല്ല, അത് വേറൊരു വിഷയമാണ്. കൊരിന്ത്യർ കാലത്തെ ഒരു കാർണൽ ചർച്ചിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ
അടിസ്ഥാനങ്ങളിൽ തന്നെ നിൽക്കുന്ന, അടിസ്ഥാനങ്ങളുടെ അപ്പുറത്തേക്ക് വളരാൻ കഴിയാത്ത, ക്രിസ്തുവിന്റെ തലയോളം വളരാൻ കഴിയാത്ത ആത്മീയ ശൈശവത്തിലുള്ള സഭകൾ, ആ ഒരു പിക്ചർ കിട്ടാത്ത നേതാക്കൾ, പാല് തന്നെ കൊടുക്കുന്ന നേതാക്കൾ, പാല് മാത്രം കുടിക്കാൻ കഴിവുള്ള വിശ്വാസികൾ, ഇങ്ങനെയുള്ള അനേക സഭകളിലും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരം അപ്പോസ്തലന്മാരെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ, ദാവീദിനെ പോലെ ദൈവത്തിന്റെ ആ ഒരു ഹൃദയം നമുക്ക് മനസ്സിലായിട്ട്, ആ ഒരു പിക്ചർ നമുക്ക് മനസ്സിലായിട്ട്, ആ ഒരു രീതിയിലേക്ക് വളരാനായിട്ട്, അതിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാതെ മുമ്പോട്ട് വളരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇവിടുത്തെ ഒരു ഷെഡ്യൂള് ടൈമിങ്ങും കാരണം തുടർച്ചയായിട്ട് എനിക്ക് അടുത്ത ദിവസങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് കഴിയത്തില്ലെങ്കിലും സമയം കിട്ടുന്ന പോലെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. മുമ്പോട്ടുള്ള കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചുമായിട്ട് വിഷയത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. അഥവാ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ മെസ്സേജ് കേട്ട് നോക്കിയിട്ട് പിന്നീടാണെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവർക്കും ഈ ഒരു ഞാൻ പറയുന്ന രീതിയിലുള്ളൊരു കാര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിലവൻ്റ് ആണോ നിർബന്ധമില്ല. പക്ഷേ ഇഫ് നിങ്ങളാരെങ്കിലും കേൾക്കുന്നവരാരെങ്കിലും ഇതിന് പിന്നീട് കേൾക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്, ദൈവസഭയുടെ പണിയിൽ ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളവരാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവസഭയെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ ആ പിക്ചർ കിട്ടിയേ വെക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ശൈശവാവസ്ഥയുടെ മുകളിലേക്കുള്ള ചർച്ച് ബിളിയാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾക്ക് ആ പിക്ചർ കിട്ടിയാൽ നിങ്ങൾക്ക് ആ വിശ്വാസികളെ അതിൻ്റെ അപ്പുറത്തേക്ക് വളർത്താൻ കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് വേറൊരു വിഷയമാണ്. പക്ഷെ അത് പിക്ചർ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങൾ അതിന് ശ്രമിക്കുക പോലുമില്ല. യു വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് എ ബേബി ചർച്ച്, എലമെന്ററി ചർച്ച്. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ദൈവം തന്നിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. ഓക്കെ, സംശയങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. സർവ്വസ്നേഹ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിന്റെ വചനം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ദൈവം തരുന്ന വചനങ്ങളാൽ ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിച്ചിരുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ മനസ്സിലാക്കാനായിട്ട്, യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ഭാരം മനസ്സിലാക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. അത് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കാനായിട്ട് ആത്മീയമായിട്ടുള്ള വാക്കുകൾ കൃത്യമായിട്ട് അത് കൺവേ ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുന്നു. ഞാൻ സംസാരിച്ച ഈ വചനങ്ങൾ കർത്താവെ അത് വ്യക്തമായിട്ട് കൺവേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇത് കേട്ട വ്യക്തികൾ, ഇനി മുമ്പോട്ട് കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ ദൈവം ഈ കാര്യങ്ങളെ കൂടുതലായിട്ട് തെളിയിച്ചു കൊടുക്കാനായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഉള്ള ക്ലാസ്സുകളുടെ കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു.